കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവെ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. രോഗികളെ, നാനാവിധ രോഗികളെ കർത്താവെ നിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ്, അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തൊക്കെ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ്, ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. കർത്താവ്, പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളെ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചത് 2010-ലാണ്. അപ്പോൾ ഞാൻ ഇസ്രയേലിൽ പോയ കാര്യം ഇടയ്ക്കൊക്കെ പറയാറുണ്ട് നിങ്ങളോട്. ഇന്നാൾ പോയായിരുന്നു തേപ്പിക്കാൻ, അതും പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം പോയ സമയത്ത് നമുക്ക് ഭയങ്കര വിസ്മയമായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഉപ്പുപാറകൾ കാണാൻ പോയി. ലോത്തിൻ്റെ ഭാര്യയൊക്കെ ഉപ്പ് തൂണായിട്ട് നിൽക്കണമെന്ന് ബൈബിൾ പറയണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ ടൂറിസ്റ്റ് കൊണ്ടുപോയിട്ട് ഒരു പാറ കാണിക്കും, ഒരു ചെടുത്തിനെപ്പോലൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിപ്പോഴും അവിടെ ഉണ്ട്. അവിടെ ഒരു സ്ത്രീയെപ്പോലെ നിൽക്കുന്ന ഒരു പാറ ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനധികരിച്ച് ടൂറിസ്റ്റുകൾ ഈ ഉപ്പുപാറയുടെ കഥ പറയും. സ്വതം കുമാർ ദൈവം നശിപ്പിച്ചതും ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയതും അവർ ഉപ്പ് തൂണായി പോയ കാര്യമൊക്കെ പറയും. പക്ഷെ അവിടെയൊക്കെ നിറച്ച് ഉപ്പ് തൊണ്ട് കേട്ടോ, ഇങ്ങനെ മുഴുവനായിട്ട് ഉപ്പ് പാറ പോലെയുണ്ട്. അന്നേരം ഉപ്പ് പാറ കല്ല് പോലെ ഇങ്ങനെ മഞ്ഞിൻ്റെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അന്റാർട്ടിക്കയിലൊക്കെ ചില സ്ഥലത്ത് വീഡിയോ കണ്ടിട്ടില്ലേ, ഈ മഞ്ഞിങ്ങനെ പലതരം രൂപത്തിലൊക്കെ ഇങ്ങനെ ഓരോ രൂപങ്ങളായിട്ടൊക്കെ നിൽക്കുന്നത്, അതുപോലെയൊക്കെയുള്ള ഉപ്പ് അവിടെ നിൽക്കുന്നുണ്ട് ഈ ഗലീലയിൽ, ഈ ചാവുകടലിൻ്റെ തീരത്ത്. അപ്പം അവിടുന്ന് ഉപ്പ് പൊട്ടിച്ച് കൊണ്ടുപോയി ഇവർ ജെറുസലേം ദേവാലയത്തിൽ ഇടുമായിരുന്നു. അവരുടെ 2 മണിമാളിക പോലെ 2 സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ഉപ്പ് പാറ പൊട്ടിച്ചിടും. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജെറുസലേം ദേവാലയം ഇപ്പോഴും അതിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ മഞ്ഞുകാലവും മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ആ ദേവാലയത്തിൻ്റെ വതക്കൽ നമ്മുടെ ടൈൽസ് പാകിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ടൈൽസല്ല, റോമൻ രീതി അനുസരിച്ചുള്ള താഴെ ഒരു ടൈൽസ്, വലിയ ടൈൽസ് പാകും. അപ്പം അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പൂപ്പലൊക്കെ പിടിക്കും. അപ്പോൾ ആൾക്കാർ തെന്നി വീഴും. അപ്പം തെന്നി വീഴാതിരിക്കാൻ വേണ്ടി ഇവരെന്നെ ഈ ഉപ്പ് പാറയില്ലേ, പാറയുടെ കഷ്ണങ്ങൾ അത് പൊട്ടിച്ച് ഉപ്പിൻ്റെ തരികൾ ഈ പാറപ്പുറത്ത് വിതറും വേണ്ടി. അതാണ് ഈശോ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, നിങ്ങളിൽ ഉപ്പ് ഉണ്ടാകണം, ഉപ്പ് ഉണ്ടായാൽ മാത്രം പോലെ ഉപ്പിന് ഉറകെട്ട് പോകരുത്, ഉപ്പിന് ഉറകെട്ട് പോയാൽ അത് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട് മനുഷ്യരാൽ ചവിട്ടുമെന്നൊക്കെ ഈശോ അത് ഈ കോണ്ടസ്റ്റിൽ പറയാനാണ്. ലുക്ക 14:34 തിരുവചനങ്ങൾ. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ ഉറകെട്ട് പോയാൽ അതിന് എങ്ങനെ ഉറകൂട്ടും? മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല. ആളുകൾ അത് പുറത്തെറിഞ്ഞു കളയുന്നു. അപ്പം പുറത്തേക്ക് എറിയപ്പെടാനല്ലാതെ ഒന്നിനും അത് ഉപകരിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അതിന് ഉറകെട്ട് പോയാൽ
അപ്പോൾ ഉപ്പിൻ്റെ ഒരു ഇപ്പോൾ ഉപ്പിൻ്റെ അകത്ത് ഇതിന് വളമുണ്ടല്ലോ. അപ്പം ഇങ്ങനെ കുറേ നാളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഉപ്പത്വം ഇല്ലേ, അതിൻ്റെ അകത്തുള്ള ആ ഒരു അതിൻ്റെ മെഡിസിനൽ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വളത്തിൻ്റെ മനൂർ ക്വാളിറ്റിയൊക്കെ അങ്ങ് നഷ്ടം. ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ മനുഷ്യനെ ഉണ്ടല്ലോ, മനുഷ്യന് ക്വാളിറ്റി എന്ന് പറയണത് മറ്റുള്ളവരെ മനസ്സിലാക്കണമെന്ന് സഹായിക്കുന്നതുകൊണ്ട് ക്വാളിറ്റിയാണ്. മറ്റുള്ളവരെ സഹായിക്കുകയും അവരെ കാണുമ്പോൾ അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും നമുക്ക് പറ്റുന്ന പോലെ അവരെ സഹായിക്കുകയില്ലേ, അതിനും ഈശോ ഉപ്പം തന്നെയാണ് പറയണത്. എന്നുവെച്ചാൽ ഉദാഹരണത്തിന് ഈ മത്തായി 5:13 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഉറകട്ട് പോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറകൂട്ടും. പറ്റത്തില്ല തന്നെ പറയണതിൻ്റെ അർത്ഥമേ, എങ്ങനെ വീണ്ടും ഉറകൂട്ടും. പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. മത്തായി 5:16 അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഒരു വാക്ക് മനസ്സിലായി. അതായത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ കാതലെന്ന് പറഞ്ഞ ഇതാണ്. എന്താണ്? സൽപ്രവൃത്തികൾ അല്ലെങ്കിൽ കൃപാവര പ്രവൃത്തികളെന്ന് പറയും. കൃപാസന സൽപ്രവൃത്തികളെന്ന് പറയത്തില്ല. കാര്യം ബൈബിൾ തർജ്ജമ ചെയ്യുമ്പോൾ ബൈബിളിൻ്റെ ഫീലാണ് തർജ്ജമ ചെയ്യേണ്ടത്. ചില പാട്ടുകളൊക്കെ നമുക്ക് മനോഹരമായി തോന്നുന്നത് എന്താണ്? ഇപ്പം കളിവീട് ഉറങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞ് പാടത്തില്ലേ, കളിവീടുറങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ അത് ഫീല് ചെയ്യും ആൾക്കാർക്ക്. ആ സിറ്റുവേഷൻ ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ബൈബിളിൽ തർജ്ജമ ചെയ്യുമ്പോൾ സിറ്റുവേഷൻ ഫീലിംഗ് പോകരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൃപാസനം സൽപ്രവൃത്തി എന്ന് പറയും. സൽപ്രവൃത്തി എനിക്ക് ഈ കർത്താവിന് മുമ്പ് സൽപ്രവൃത്തി ഉണ്ടായിരുന്നല്ലോ. ഇവിടെ സൽപ്രവൃത്തിക്ക് വില കുറവുണ്ട്. ആൾക്കാർക്ക് സൽപ്രവൃത്തി ഇല്ലാഞ്ഞിട്ട് കുറേ സൽപ്രവൃത്തി പഠിപ്പിക്കാനാണ് ഈശോ വന്നത്? അല്ല. കൃപാവര പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവ മഹത്വത്തിൻ്റെ പ്രവൃത്തികളാണ്. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഇതാണ് കൃപാസന സൽപ്രവൃത്തികൾ പറയത്തില്ലെന്ന് പറയണത്. എന്താ കാര്യം? പിതാവിനെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തി സൽപ്രവൃത്തിയല്ല. അത് പിതാവിനെ ഒരാളിനെ മഹത്വപ്പെടുത്തണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ പറ്റത്തുള്ളൂ. കാര്യം പിതാവിൻ്റെ കൃപ നമ്മൾക്ക് ദൃശ്യമായതും സംലഭ്യമായതും യേശുക്രിസ്തുവിലൂടെയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം യേശുക്രിസ്തുവിലൂടെയാണെന്ന് പ്രവർത്തിക്കുന്നത്. അത് സൽപ്രവൃത്തിയല്ല. ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് കൃപ തരുന്ന കൃപാവര പ്രവൃത്തികളാണ്. ആ കൃപാവര പ്രവൃത്തികളെയാണ് ഈശോ പറയണത്, നിങ്ങളുടെ സത്ത് പോകരുത്. സത്ത് പോയാൽ പിന്നെ പുറത്തോട്ട് വലിച്ചെറിയേണ്ടി വരും എന്നൊക്കെ പറയണത്. ഇതിൽ ഈശോ അത് പറയണത് പറഞ്ഞില്ലേ, നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്നൊക്കെ ഈശോ പറയണില്ലേ? മർക്കോസ് 9:50 ഉപ്പ് നല്ലതാണ്. ഉപ്പ് നല്ലതാണ്. എന്നാൽ ഉറകട്ട് പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും. നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ. ക്വാളിറ്റേറ്റീവ് മാൻ, അതാണ് ക്രിസ്ത്യൻ ക്വാളിറ്റേറ്റീവ് മാൻ. അത് ഉടമ്പടി അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്താണ്? നിങ്ങൾക്ക് നാട്ടുകാർക്കും ദൈവത്തിനും വിലയില്ലാത്ത ഒരു അവതാരം. അതിനേക്കാൾ ഉപരി യേശുക്രിസ്തുവിൻ്റെ പേരിൽ നാട്ടുകാർക്കും ദൈവത്തെ മഹത്വത്തിന് ഉപകരിക്കുന്ന ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഒരു കവനൻ്റ് പേഴ്സണിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞ് ജപ്തി ഉടമ്പടി മാറാണെന്ന് ചടിക്കറി പറയരുത്. എന്നാൽ ഗുണപരമായ ഒരു സുവിശേഷവും ഗുണപരമായ ഒരു വ്യത്യാസം എന്നിന് വരാനും ഗുണപരമായൊരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി ജീവിതം കണ്ടിന്യൂ ചെയ്യണത്. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.